നന്നെ ക്ഷയിച്ചു പോയ പാർട്ടിക്ക് കരുത്തു പകരുക എന്ന ദൗത്യവുമായാണ് യോഗിയുടേതായി മാറിക്കഴിഞ്ഞ യു പിയിലെത്തുന്നത്. 2019 വമ്പൻ പരാജയത്തിന് പിന്നാലെയാണ് അവർ യു പിയെ ഏറ്റെടുക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളും വാക്ചാരുതയും തീർത്ത മാജിക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിച്ചു തരുന്നു. റായ്ബറേലിയിൽ അമ്മ സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായാണ് പ്രിയങ്ക രാഷ്ട്രീയ വേദികളിൽ എത്തുന്നത്. ഇന്ദിരയുടെ പകർപ്പായി കോൺഗ്രസിന്റെ ഭാവിയായി അന്നേ അവരെ മാധ്യമങ്ങൾ പ്രതിഷ്ഠിച്ചു. പതിയെ അവർ മാതാവിനൊപ്പം വേദികളിൽ സ്ഥിര സാന്നിധ്യമായി തുടങ്ങി. 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ സോണിയയുടെയും രാഹുലിൻ്റെയും പ്രചാരണങ്ങളിൽ സജീവമായി. 2017 അവർ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു. പ്രിയങ്ക കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തത് 2017 ആ വർഷം നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും റായ്ബറേലിയിലുമടക്കം 14 പ്രധാന മണ്ഡലങ്ങളുടെ പൂർണ്ണ ചുമതല കോൺഗ്രസ് പ്രിയങ്കയെ ഏൽപ്പിച്ചു. രാഹുൽ സംസ്ഥാനമൊട്ടാകെയുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകി. പ്രിയങ്കയാവട്ടെ തന്നെ ഏൽപ്പിക്കപ്പെട്ട മണ്ഡലങ്ങളുടെ ഓരോ മുക്കിലും മൂലയിലുമെത്തി. എന്നാൽ മുന്നേറ്റത്തിൻ്റെ ഒരു പ്രതീക്ഷ പോലും സൃഷ്ടിക്കുന്നതിൽ അന്ന് രാഹുലും പ്രിയങ്കയും കോൺഗ്രസും പരാജയപ്പെട്ടു. 403 സീറ്റുകളിൽ 305 ജയിച്ച് മൃഗീയ ഭൂരിപക്ഷം നേടി BJP. കോൺഗ്രസ് സമാജ്വാദി സഖ്യം 68 സീറ്റുകളിൽ ഒതുങ്ങി. എന്നാൽ പ്രിയങ്കയ്ക്ക് കൂടുതൽ ചുമതലകൾ നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് യു പിയുടെ പൂർണ്ണ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കയെ രാഹുൽ നിയമിച്ചു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു പി തിരിച്ചടിച്ചു. ഒരേയൊരു സീറ്റ് മാത്രമാണ് അത്തവണ യു പിയിൽ നിന്ന് കോൺഗ്രസിന് നേടാനായത്. അത് സോണിയ മത്സരിച്ച റായ്ബറേലിയിലാണ്. അമേഠിയിൽ രാഹുലിൻ്റെ പരാജയം ഉൾപ്പെട്ട അതിഭീകരമായിരുന്നു കോൺഗ്രസിൻ്റെ തോൽവി. ഇതോടെ പ്രിയങ്കയുടെ നേതൃപാഠവം അണികൾക്കുള്ളിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടു. പലതവണ അവർ പരിഹാസിയായി. എന്നാൽ അവർ പിന്മാറിയില്ല. പിന്നീടുള്ള 5 വർഷക്കാലം അവർ യു പിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. AICC സെക്രട്ടറി ചുമതലയും ഒപ്പം കിഴക്കൻ യു പിയുടെ ചുമതല കൂടി ഏറ്റെടുത്ത് പ്രിയങ്ക ഗാന്ധിയെ സജീവ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ശരിയായിരുന്നുവെന്നാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു പി റിസൾട്ട് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ക്ഷയിച്ച പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ താഴെ തട്ടിലേക്ക് ഇറങ്ങുക എന്നതായിരുന്നു അവർ തിരഞ്ഞെടുത്ത വഴി. താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി കൂടുതൽ ഇടപെടുന്ന അജയ് കുമാർ ലല്ലുവിനെ പാർട്ടി അധ്യക്ഷനാക്കി. തൻ്റെ കരുനീക്കങ്ങൾക്ക് അവർ തുടക്കമിട്ടു. പ്രവർത്തകരുമായി അവർ നേരിട്ട് ഇടപെട്ടു, അവർക്കൊപ്പം നിന്നു. അതിനിടയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ കാലുമാറി. അതൊന്നും പക്ഷേ ഇന്ദിരയുടെ ചെറുമകളെ തളർത്തിയില്ല. അവർ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങി. പുതിയ പാർട്ടി മെമ്പർമാരെ ഉണ്ടാക്കി. നിരന്തര പരിശീലനങ്ങൾ നൽകി ഗ്രാമങ്ങളിൽ പാർട്ടി നേതാക്കളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പതിറ്റാണ്ടുകൾ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കപ്പെട്ട ഒരു പാർട്ടിയിലെ സാധാരണ പ്രവർത്തകന് പോലും പ്രിയങ്ക ആവേശമായി. യു പിയിൽ നിറഞ്ഞു നിന്നു അവർ. യോഗിയുടെ ഭരണത്തിലെ ഇരകളുടെ വീടുകളിൽ, ആശുപത്രികളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ പ്രിയങ്ക നേരിട്ട് പോയി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. ഹത്രാസിലെ ദളിത് പെൺകുട്ടിയുടെ വീട്ടിൽ പ്രിയങ്ക എത്തിയതും അവരെ യോഗി പോലീസ് തടഞ്ഞതുമെല്ലാം അവരുടെ അംഗീകാരം വർദ്ധിപ്പിച്ചതേയുള്ളൂ. മോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കണമെന്ന ക്യാമ്പയിൻ പോലും യു പിയിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഒരു ഘട്ടത്തിലെത്തിയിരുന്നു എന്നത് നമ്മൾ വീക്ഷിക്കണം. പുറത്ത് നോക്കിക്കാണുന്നവർക്ക് മൃദു ഹിന്ദുത്വ സമീപനം എന്ന് തോന്നിപ്പിക്കുന്ന ചില ഇടപെടലുകൾ പക്ഷേ യു പിയിൽ യോഗിയുടെ വേരിളക്കാൻ പോന്നതായിരുന്നു എന്ന് പിന്നീട് 2024 തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു. യു പിയിൽ വൻ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി പ്രിയങ്കയായിരുന്നു. ആ മികവ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രിയങ്കയെ പാർലമെന്റിലേക്ക് അയക്കാൻ ഈയൊരു തീരുമാനമെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. വയനാടിനും പ്രിയങ്ക അപരിചിതയല്ല. 2019 2024 രാഹുലിൻ്റെ പ്രചാരണത്തിന് പ്രിയങ്ക വയനാട്ടിലെത്തി. കഴിഞ്ഞ പാർലമെന്റ് കാലയളവിൽ രാഹുലിൻ്റെ MP സ്ഥാനത്തിന് വിലക്ക് വേറിട്ടപ്പോഴും രാഹുലിനൊപ്പം മണ്ഡലം സന്ദർശിക്കാൻ പ്രിയങ്ക വന്നു. വൻ ജനപിന്തുണയാണ് ഓരോ തവണയും വയനാട്ടിൽ നിന്ന് പ്രിയങ്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 2019 രാഹുൽ കുറിച്ച 4 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം എന്ന റെക്കോർഡ് പ്രിയങ്ക തകർക്കുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ. രാഹുൽ മാറുന്ന വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുമ്പോഴും ലക്ഷ്യങ്ങൾ കൃത്യമാണ്.
പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ തളർച്ചയകറ്റാൻ തെക്കേ ഇന്ത്യയിലെ ചെറുതണൽ കണ്ടെത്തിയ ആശ്വാസത്തിൽ BJP നിൽക്കുന്ന ഇക്കാലത്ത് വെറുപ്പിന്റെ വക്താക്കൾക്ക് മുൻപിൽ സഹോദരൻ തുറന്നു വെച്ച സ്നേഹക്കടയിലിരിക്കാനാണ് അവർ വരുന്നത്. വെറുപ്പും പറഞ്ഞു വരുന്ന ഒരുത്തനും ഇവിടെ ഇടമില്ലെന്ന് ഉറപ്പിക്കാൻ. പാർലമെന്റിൽ BJPയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഇന്ത്യയുടെ ശബ്ദമാകാൻ രാഹുലിനൊപ്പം പ്രിയങ്കയും വേണമെന്നതും ജനതയുടെയും പാർട്ടിയുടെയും ആവശ്യവുമാണ്.